പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ തലസ്ഥാന നഗരിയിൽ പോലീസ് നരനായാട്ട് നടത്തിയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച്, നമ്മുടെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ലോകപരാജയം എന്ന് തന്നെയാണ് ആദ്യമേ മലയാളികൾ തിരിച്ചറിയേണ്ടത്. ഇന്നും ഇടത് സംഘടനകൾ പോലീസിനെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു BJP കൗൺസിലറുടെ വീട്ടിലേക്ക് എത്തിയിട്ട് കേരള പോലീസ് നരനായാട്ട് നടത്തിയിരിക്കുന്നു. ആ നായാട്ടിന് നേതൃത്വം കൊടുത്തിട്ടുള്ള CI വിപിൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മേയർ രംഗത്തെത്തിയിട്ടുണ്ട്. അതിനു മുമ്പേ ആയിട്ട്, അദ്ദേഹം പറഞ്ഞത് ഇവിടെ കൊടുക്കുന്നതിന് മുമ്പേ ആയിട്ട്, സുഗതൻ എന്ന് പറയുന്ന BJP കൗൺസിലറുടെ ഭാര്യ അവിടെ ഉണ്ടായിട്ടുള്ള വിഷയത്തെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 9:30 മണിയോട് കൂടിയാണ് പോലീസ് യാതൊരുവിധ ഇതുമില്ലാതെ വീട്ടിലോട്ട് കയറി വരുന്നത്. അപ്പോൾ എൻ്റെ കടയിലൊരു സ്റ്റാഫുണ്ട്, പുള്ളിക്കാരൻ വീണിട്ട് കൈ ഷോൾഡർ വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ ക്യാഷിന് വേണ്ടിയിട്ട് വരുവാണ്. ആ പുള്ളി വന്നതിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പോലീസ് കയറി വരിക. യാതൊരുവിധ ഇതുമില്ലാതെ വീട്ടിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഞാനും എൻ്റെ എത്ര പേരുണ്ടായിരുന്നു? അവർ ആദ്യം 2 പേരായിരുന്നു. ആ 2 പേര് SI വിപിനും അഭിജിത്തുമാണ് ഉണ്ടായിരുന്നത്. ഇവർ 2 പേരും കയറി വന്നപ്പോഴത്തേക്ക് ഞാനും എൻ്റെ മോനും ഇത് എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മോനെ പിടിച്ചു മാറ്റിയിട്ട് ഇദ്ദേഹം സിവിൽ ഡ്രസ്സിലാണ് വന്നത്. വിപിൻ എന്ന് പറയുന്ന പോലീസുകാരൻ സിവിൽ ഡ്രസ്സിലാണ് വന്നത്. കയ്യിൽ നിന്ന് തോക്കെടുത്ത് മോന് ചൂണ്ടിയിട്ടാണ് മുകളിലോട്ട് വെടിവെച്ചത്. ഈ വെടിയിൽ എൻ്റെ 2 മക്കളും പേടിച്ചിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ, സഹോദരനെയും വൈഫിനെയും വിളിച്ചു വരുത്തുന്നത്. ഇപ്പോൾ പ്രതിപട്ടികയിൽ ഹസ്ബൻഡിൻ്റെ സഹോദരനും കൂടെ ചേർന്നാണ് വന്നത്. അവരെ വിളിച്ചു വരുത്താണ്. പെരുമഴയായിരുന്നു, നമ്മൾ ഇത്ര പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വെടിയൊച്ച കേട്ടിട്ടാണ് ഏതൊക്കെ സൈഡിൽ നിന്നാണ് പോലീസുകാർ വന്നതെന്നുള്ള കാര്യം നമുക്കറിയണം. എല്ലാവരും കൂടെ വന്ന് ഇദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചു കൊണ്ടുപോകാനാണ്. നിങ്ങൾ കേട്ടില്ലേ, ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് പോലീസ് കയറിയതിനെ കുറിച്ചായി പറയുന്നത്. മാത്രവുമല്ല, തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെച്ചു എന്ന് പറയുക എത്ര ഗുരുതരമാണ്, എത്രത്തോളം വലിയ നരനായാട്ടാണ് കേരള പോലീസ് തലസ്ഥാന നഗരിയിലെ ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് നടത്തിയിട്ടുള്ളത്. കാപ്പ കേസ് പ്രതി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ കുറെ രേഖകളുണ്ടല്ലോ, അതൊന്നും തന്നെ ഇല്ല പോലീസിന്റെ കയ്യിൽ. അതും മേയർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് തലസ്ഥാന നഗരി കോർപ്പറേഷൻ ഭരണം BJP ഭരിക്കുന്നത് വളരെ വലിയ രീതിയിൽ കേരള ജനത ഏറ്റെടുക്കുന്നത് കൊണ്ട് അതിനേത് വിധേയനെയും അതിന്റെ കടക്കൽ കത്തിവെക്കുക, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJPയുടെ ഇമേജ് ഇല്ലാതെയാക്കുക, അതിനു വേണ്ടിയിട്ട് പരമാവധി ഇടത് പോലീസ് സംഘടനകള് പരിശ്രമിച്ചതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ഒരു ജനപ്രതിനിധിയുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ വലിച്ചു കീറുകയാണ് കേരള പോലീസ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് അപമാനമാണ്. രമേശ് ചെന്നിത്തല ഇതിന് ഉത്തരം പറയണം. ഇന്നും കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷമാണോ? ഈ കാപ്പ കേസുമായി ഒക്കെ ബന്ധപ്പെട്ട് അതിന്റെ രേഖകള് തിരുവനന്തപുരം മേയർ രംഗത്തെത്തിയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. കാപ്പ കേസ് ഈ പറഞ്ഞ പോലീസ് മാധ്യമങ്ങളോട് പൊതുസമൂഹത്തോടെ പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ മേയറായിരിക്കുന്ന ഒരു കോർപ്പറേഷനിലെ കൗൺസിലറാണ് അദ്ദേഹം, എന്നെ ബോധ്യപ്പെടുത്തട്ടെ. അദ്ദേഹത്തെ കാപ്പ കേസിൽ പ്രതിയാവുന്നുള്ള രേഖകൾ കാണിക്കട്ടെ. കാപ്പ കേസിൽ ഒരു വ്യക്തിയെ പ്രതിയാക്കുന്നതിന് മുൻപ് അതിൻ്റെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അദ്ദേഹത്തെ വിളിക്കണം, അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കണം, അതോടൊപ്പം തന്നെ ബോണ്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്, അതിനുമുമ്പ് ജാമ്യത്തിൽ വിടേണ്ടതായിട്ടുണ്ട്, നിരീക്ഷണത്തിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഘടകം കംപ്ലൈൻറ്റ് ചെയ്തതായിട്ട് കാണിക്കട്ടെ. കാപ്പ കേസിൽ ഒരു വ്യക്തിയെ പെടുത്തിയാൽ അദ്ദേഹത്തെ അത് അറിയിക്കണമല്ലോ രേഖാമൂലം, അത് കാണിക്കട്ടെ. അതൊന്നുമില്ലാതെ പാതിരാത്രിയിൽ ഒരു വീട്ടിൽ കയറി ഒരു സ്ത്രീയും 2 കുഞ്ഞുങ്ങളും കൗൺസിലർ മാത്രമുള്ള സമയത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രമാണ് അവിടെ ഓടിയെത്തിയത്. ഈ കൗൺസിലർ സുഗതൻ്റെ സ്ഥാപനത്തിലൊരു സ്റ്റാഫ് അസുഖമായതുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ വേണ്ടി പണം ചോദിക്കാൻ വേണ്ടി സുഗതൻ്റെ അടുത്ത് വന്നിരുന്നു. ഇത്രയും പേരല്ലാതെ ഒരാളും അവിടെ ഇല്ലായിരുന്നു. അപ്പോഴാണ് ചെന്ന മാത്രയിൽ തന്നെ വട്ടിയൂർക്കാവ് CI വിപിൻ തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെക്കുന്നു. സുഗതനുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള മകന്റെ നേർക്കാണ് ആദ്യം തോക്ക് ചൂണ്ടിയത്. അതിനുശേഷം സുഗതന്റെ ഭാര്യ അശ്വതിയെ മർദ്ദിക്കുന്നു. ഇത്രത്തോളം ഒരു ഭീകരാന്തരീക്ഷം വെടിവെച്ച് ഒരു കൗൺസിലറെ പിടിക്കേണ്ട സാഹചര്യം വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും ഉണ്ടോ? കാപ്പ കേസ് പ്രതിയെന്ന് പോലീസ് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ രേഖകളൊന്ന് കാണിക്കണ്ടേ?
ഈ വധശ്രമ കേസ് പ്രതിയാണ് എന്നുള്ള ഒരു അറിവ് മേയർക്കുണ്ടോ? ഞാനൊരു കാര്യം പറയാം. എനിക്കെതിരെയും പല സമരങ്ങളും നടത്തിയപ്പോഴേക്കും 307 ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്, 308 എടുത്തിട്ടുണ്ട്. അത് ആരെങ്കിലും ബോധപൂർവ്വം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നുകൊണ്ടാണോ? ശബരിമല കേസിൽ എത്ര കേസിൽ ഞങ്ങൾക്കെതിരെ 307 308 എടുത്തിട്ടുണ്ട് IPC അന്നത്തെ നിയമം അനുസരിച്ച്. വെള്ളക്കടവിൽ നടന്ന ഒരു അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചെറിയ തർക്കം. അപ്പോൾ സുഗതൻ അവിടെ നിന്ന് വിജയിച്ചതിന് ശേഷവും സുഗതൻ അവിടെ മത്സരിക്കുന്ന സമയത്തുമൊക്കെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒത്താശയോടുകൂടി ഈ വിപിൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. നിരന്തരമായി അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കേട്ടില്ലേ, വിപിൻ എന്ന് പറയുന്ന CI ആ പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് മേയർ മറ്റൊരു കാര്യം കൂടി തുറന്നു പറയുന്നുണ്ട്. നമുക്കതും ഇവിടെ തന്നെ മുന്നോട്ട് വെക്കാം. നിങ്ങൾ കേട്ടില്ലേ, തലസ്ഥാന നഗരിയിലെ ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലേക്ക് പോലീസ് അതിക്രൂരമായിട്ട് കടന്നു കയറിയതാ. അതിക്രൂരമായിട്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് 2 വാശികളുണ്ട്. ഒന്ന് 8 നിലയിൽ പൊട്ടിയതാണല്ലോ ഇത്തവണ 8 നിലയിൽ പൊട്ടി. മാത്രമല്ല കാലാകാലവും തങ്ങളുടെ കയ്യിലുള്ള കോർപ്പറേഷൻ ഇപ്പോ BJP ഭരിച്ചിട്ട് അതിമനോഹരമായിട്ട് അതിസുന്ദരമായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി നിരന്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. കേരള ജനത ഒന്നടങ്കം കൈയടിക്കുന്നു. ഇതേത് വിധേനയും BJPയുടെ ഇമേജ് തകർക്കാൻ CPM സംഘങ്ങള് വലിയ ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED വാഹനത്തിന് നേരെ ഇടത് പ്രവർത്തകർ വലിയ രീതിയിൽ ആക്രമണം നടത്തി 300 പേർക്കെതിരെ കേസെടുത്തു. 300 വീടുകളിൽ ഇപ്പോ CPM നേതാക്കന്മാർക്കെതിരെ ഈ പറയുന്ന കേസെടുത്തിട്ടുള്ള CPM പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ നിന്ന് CPM നേതാക്കന്മാർക്കെതിരെ നിരന്തരം വേട്ടുകാരി ശബ്ദിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അതിനൊരു റിസൾട്ട്, അതിനൊരു മറുപടി ഇത് CPM-ന് മാത്രമല്ല BJP-ക്കാരനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കാനായിട്ട്, അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ED അന്വേഷണം നടത്തിയതിന് BJP-ക്കാർക്കിട്ടൊരു പണി കൊടുക്കുക ഇത്തരം ലക്ഷ്യങ്ങളുമായിട്ടല്ലാതെ ഈ വീട്ടിലേക്ക് തോക്കെടുത്തൊക്കെ വെടിവെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മേയർ കൃത്യമായിട്ട് ചോദിക്കുക, കാപ്പ പ്രതിയാണെങ്കിൽ അതിന്റെ രേഖകൾ എവിടെ? അതിന് നടപടിക്രമങ്ങളുണ്ട്, അതൊക്കെ എവിടെ? വ്യക്തമായിട്ട് ചോദിക്കുക. പോലീസിന് ഇതൊന്നും തന്നെ മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തല എത്രത്തോളം പരാജയമാണെന്ന് കൂടി മേയർ തുറന്നു പറയുന്നുണ്ട്. കാരണം ഇതിന്റെയൊക്കെ പിന്നിൽ ഇപ്പോഴും ഇടത് സംഘടനകളാണ് എന്നാ മേയർ പറയുന്നത്. ഇടത് സംഘടനകളാണ് ഇതൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. വിപിൻ എന്ന് പറയുന്ന CIയുടെ നേതൃത്വത്തില് ഈ അതിക്രൂരത നടത്തിയിട്ടുള്ളത് ഇടത് സംഘടനയുടെ ഭാഗമായിട്ടാ. അപ്പൊ രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായതൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. ഇടത് സംഘടനകൾ അത് അംഗീകരിക്കുന്നില്ലേ? മേയർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. എല്ലാ അതിക്രമങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ വിപിൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ മാനസികാവസ്ഥയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് ഇൻസ്പെക്ടർ റാങ്കാണ്, അദ്ദേഹം CI ആണ്. അപ്പോൾ അത് DGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റികളെക്കുറിച്ച് അന്വേഷിക്കുകയും അദ്ദേഹത്തിനെതിരായി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിപിനോട് നിർബന്ധിതമായി അവധിയിൽ പോകണമെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം വിപിൻ അവധിയിൽ പോയിരുന്നു. ഒരു മുൻ MLA സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ചെന്നിരുന്ന് നിർബന്ധം ചെലുത്തിയിട്ടാണ് വിപിൻ്റെ അവധി ക്യാൻസൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അന്വേഷിച്ചു നോക്കട്ടെ, നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. അടുത്ത ഘട്ടത്തിൽ ഞാൻ പേര് പറയാം. അങ്ങനെ ഒരു മുൻ MLA സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ചെന്നിരുന്നിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ടാണോ പോലീസിലെ ഇടതുപക്ഷ നേതാക്കന്മാർ, പോലീസ് സേനയിൽ ജോലി ചെയ്യുന്നവരുടെ അദ്ദേഹം നിർബന്ധിച്ചിട്ടാണ് ഈ വിപിൻ്റെ തിരിച്ചു കൊണ്ടുവന്നത്. വിപിൻ്റെ തിരിച്ചു കൊണ്ടുവന്നത് വിപിനെ ഒരു ഘട്ടത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വിപിനോട് നിർബന്ധമായി അവധിയിൽ പോകണമെന്ന് പറഞ്ഞതാണ്. അതിനനുസരിച്ച് വിപിൻ അവധിയിൽ പോയതാണ്. ഈ മുൻ MLAയുടെ പ്രേരണ കാരണം വിപിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് സുഗതനെ ഈ കാപ്പ കേസിൽ പെടുത്തുവാനുള്ള ഒരു പരിശ്രമം നടത്താൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. നിങ്ങൾ കേട്ടില്ലേ, ഇന്നും കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇടത് സംഘടനകളാണോ? ബോധമുള്ള ഓരോ മലയാളിക്കും ചോദിക്കാനുള്ളതാ. രമേശ് ചെന്നിത്തല എന്തെടുക്കുകയാ? തലസ്ഥാന നഗരിയിലല്ലേ ഇത് നടന്നിട്ടുള്ളത്? തലസ്ഥാന നഗരിയിൽ പോലീസ് അതിക്രൂരത. രമേശ് ചെന്നിത്തലക്ക് ഈ അടുത്ത് മലയാളികൾ ഒന്നടങ്കം കൈയടിച്ചോണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ഓരോ നടപടികൾ കണ്ടുകൊണ്ട്
എന്നാൽ ഇതിന് വളരെ വലിയ വില നൽകേണ്ടി വരും രമേശ് ചെന്നിത്തല. അത്രത്തോളം ക്രൂരതയല്ലേ, ജനങ്ങൾ പുച്ഛിച്ച് തള്ളില്ലേ. രമേശ് ചെന്നിത്തല ഈ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ പോലീസിനെ ഉപയോഗിച്ച് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വലിയ ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. ആ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് അതിക്രൂരത. തന്റെ വകുപ്പിലുള്ള പോലീസുകാർ നായാട്ട് നടത്തുക, ഒരു വീട്ടിൽ കയറിയിട്ട്, അതും ഒരു ജനപ്രതിനിധിയുടെ വീട്ടിൽ കയറിയിട്ട്. ഇതിന് ഇടത് സംഘടനാ നേതാവൊക്കെയാ, ഇടത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പിന്നിൽ എന്ന് കൃത്യമായിട്ട് എടുത്തു പറയുന്നത് മേയറാണ്. ഞാനൊരു കാര്യം എടുത്തു പറയാം, വെറുതെയൊന്നുമല്ല. ബംഗാളിലൊക്കെ CPM 30-35 വർഷക്കാലം ഭരിച്ച് പിന്നീട് ഇന്നേ വരെ അവിടെ അധികാരത്തിലേക്ക് തിരിച്ചു വരാതിരുന്നത് കാരണം അത്രത്തോളം അവിടെ പോലീസിനെ ഉപയോഗിച്ച്, അവിടെയുള്ള സകല സംവിധാനങ്ങളെയും ഉപയോഗിച്ച് സാധാരണ ജനങ്ങൾക്ക് മേല് അതിക്രൂരത നടത്തിയത് കൊണ്ടാ. പരാജയപ്പെട്ടതിന് ശേഷം ഇന്നേ വരെ ബംഗാളില് CPM ഭരണത്തിലേക്ക് എത്താത്തത്. അതേ അവസ്ഥയിലേക്ക് കേരളത്തിലും ഇടതുപക്ഷം, കേരളത്തിലും CPM എത്തുമെന്നുള്ളത് തന്നെയല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോ ബോധമുള്ള മലയാളികൾ കരുതുക, സകല മലയാളികളും ഇതിനൊറ്റക്കെട്ടായിട്ട് നിൽക്കും. ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലെത്തിയിട്ട് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലേ നാളെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീട്ടിലേക്കും പോലീസ് എത്തും. മേയർ ചോദിക്കാൻ കാപ്പ പ്രതിയാണെങ്കിൽ അതിന്റെ രേഖകളുണ്ടോ? അത് ഈ സമയം വരെ കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സമയം വരെ തലസ്ഥാന നഗരിയില പോലീസ് അതിക്രൂരമായ നായാട്ട് നടത്തുന്നത്. തലസ്ഥാന നഗരിയില് പോലീസിന് ഇത് വലിയ പരാജയമാണ്. അതായത് ഇന്നും ഇടത് സംഘടന കാര്യങ്ങൾ പോലീസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയും പരാജയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഈ പറയുന്ന പോലീസുകാരുണ്ടല്ലോ, വീട്ടിലേക്ക് കയറിയിട്ട് നരനായാട്ട് നടത്തിയ അവരൊക്കെ വ്യക്തമായ നിയമ നടപടികള് മേയറുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. അവർക്കൊക്കെ എതിരെ അവരൊക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ഈ BJPയുടെ തിരുവനന്തപുരം മേയറുടെയൊക്കെ ഇമേജ് ഏത് വിധേനയോ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ഒരു വീട്ടിലേക്ക് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പോലും ഇല്ലാതെ ആകാശത്തേക്ക് വെടിയൊക്കെ ഉതിർത്തിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തെ കേരള ജനത ഇനി ഒറ്റക്കെട്ടായിട്ട് പുച്ഛിച്ചു തള്ളുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.